ഇന്ത്യൻ നാവികസേനാ കപ്പൽ മീൻപിടുത്ത ബോട്ടുമായി കൂട്ടിയിടിച്ച് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. 11 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഗോവ തീരത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? അതിന്റെ വിശദാംശങ്ങൾ നാവികസേന പറയുന്നത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായത്. ഗോവ തീരത്തു നിന്നും 70 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ചാണ് അപകടം. മത്സ്യബന്ധന ബോട്ട് നാവികസേനയുടെ കപ്പലുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഈ അപകടം നടക്കുന്ന സമയത്ത് മത്സ്യബന്ധന ബോട്ടിൽ 13 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ നാവികസേന രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇതിലൂടെ 11 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. സമഗ്രമായ തെരച്ചിൽ തന്നെയാണ് ഇവർക്ക് വേണ്ടി നടത്തുന്നത്. നാവികസേനയുടെ 6 കപ്പലുകളും 2 എയർക്രാഫ്റ്റുകളും ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നാവികസേന അറിയിക്കുന്നത്. സമഗ്രമായി ഒരു തെരച്ചിൽ ഈ 2 മത്സ്യത്തൊഴിലാളികളെ കൂടി കണ്ടെത്താനായി നടന്നു വരികയാണെന്നും തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുമാണ് നാവികസേന വൃത്തങ്ങൾ അറിയിക്കുന്നത്. മുംബൈയിൽ നിന്നുള്ള മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. മറ്റ് മാർഗങ്ങൾ, ഇവരെ കണ്ടെത്താനുള്ള സമഗ്ര മാർഗങ്ങളും തേടുന്നുണ്ട് എന്നാണ് നാവികസേന അറിയിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.